സുഹൃത്തുക്കൾക്കും ക്രാഫ്റ്റ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെറ്ററ്റ് ഡിസംബർ 2020 ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി എക്സാമിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: ആൺകുട്ടികളും പെൺകുട്ടികളുമുള്ള ഒരു ക്ലാസ്സിൽ പെൺകുട്ടികളെ മാത്രമേ ക്ലാസ് ലീഡറായി തിരഞ്ഞെടുക്കുവാൻ പാടുള്ളൂ എന്ന് ക്ലാസ് ടീച്ചർ പറഞ്ഞു. ഇത് സൂചിപ്പിക്കുന്നത്? In a mixed class, the class teacher announced that only girls will be selected as the class leader. This reflects ഓപ്ഷൻ എ ആഗോള കാഴ്ചപ്പാട്, ഓപ്ഷൻ ബി ലിംഗവിവേചനം, ഓപ്ഷൻ സി പുരോഗമന ചിന്ത, ഓപ്ഷൻ ഡി പ്രായോഗിക സമീപനം. ഉത്തരം ഓപ്ഷൻ ബി ലിംഗവിവേചനം. ഒരു കുട്ടിയുടെ വികാര വിചാരങ്ങളുമായി ബന്ധപ്പെട്ട വർത്തന വ്യതിയാനങ്ങൾ ഏതു മണ്ഡലത്തിന്റെ വികാസവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? The behavioral changes related with the feelings and emotions of an individual is related with which domain of development? Option A വൈജ്ഞാനിക മണ്ഡലം, ഓപ്ഷൻ ബി മനഃശാലക മണ്ഡലം, ഓപ്ഷൻ സി വൈകാരിക മണ്ഡലം, ഓപ്ഷൻ ഡി ശാരീരിക മണ്ഡലം. ഉത്തരം ഓപ്ഷൻ സി വൈകാരിക മണ്ഡലം. ചില പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു. ക്ലാസ്സിൽ സംശയങ്ങളും ചോദ്യങ്ങളും മടികൂടാതെ ചോദിക്കുന്നു, തുറന്ന മനസ്സോടെ പ്രവർത്തിക്കുന്നു, വിവരങ്ങൾക്ക് കഴമ്പുണ്ടോ എന്നറിയുന്നതിന് യുക്തിപൂർവ്വം ചിന്തിക്കുന്നു, ഉള്ളടക്കം ആവർത്തന വായനയിലെ കാണാതെ പഠിക്കുന്നു, പ്രശ്ന നിർദ്ധാരണത്തിന് വേറിട്ട വഴികൾ കണ്ടെത്തുന്നു. ഈ പ്രസ്താവനകൾ വ്യതിരിക്ത ചിന്തയുടെ ഹാൾമാർക്കുകൾ ഏതെല്ലാമാണ്? Some statements are given below. Asking doubts and questions in the class without hesitation, keeping an open mind, reasoning logically to see whether information makes sense, by heart content areas by repeated reading, look for divergent ways of problem solving. Which of them are hallmarks of critical thinking? Option A 1, 2, 3, 4 എന്നീ പ്രസ്താവനകൾ, ഓപ്ഷൻ ബി 1, 2, 3, 5 എന്നീ പ്രസ്താവനകൾ, ഓപ്ഷൻ സി 1, 3, 4, 5 എന്നീ പ്രസ്താവനകൾ, ഓപ്ഷൻ ഡി 2, 3, 4, 5 എന്നീ പ്രസ്താവനകൾ. ഉത്തരം ഓപ്ഷൻ ബി 1, 2, 3, 5 എന്നീ പ്രസ്താവനകൾ. ഗാഗ്നയുടെ പഠനശ്രേണി പ്രകാരം ആശയരൂപീകരണ ഘട്ടത്തിനു തൊട്ടുമുമ്പുള്ള ഘട്ടം ഏതാണ്? നെയിം ദ സ്റ്റേജ് വിച്ച് കംസ് ജസ്റ്റ് അബവ് ദ കൺസെപ്റ്റ് ലേണിംഗ് സ്റ്റേജ് ഇൻ ഗാഗ്നേസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്. ഓപ്ഷൻ എ തത്വപഠനം, ഓപ്ഷൻ ബി പ്രശ്നനിർദ്ധാരണം, ഓപ്ഷൻ സി സംജ്ഞാപഠനം, ഓപ്ഷൻ ഡി ബഹുമുഖ വിവേചനം. ഉത്തരം ഓപ്ഷൻ ഡി ബഹുമുഖ വിവേചനം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു തരത്തിലുള്ള ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളെയാണ് സാധാരണ കുട്ടികളോടൊപ്പം ഇരുത്തി വിദ്യാഭ്യാസം നൽകാൻ സാധിക്കുന്നത്? Which of the following types of mentally challenged learners can be educated in an inclusive classroom? ഓപ്ഷൻ എ തീവ്രമായതും തീക്ഷ്ണമായതും, ഓപ്ഷൻ ബി മിതമായതും തീവ്രമായതും, ഓപ്ഷൻ സി മിതമായതും തീക്ഷ്ണമായതും, ഓപ്ഷൻ ഡി മൃദുവായതും മിതമായതും. ഉത്തരം ഓപ്ഷൻ ഡി മൃദുവായതും മിതമായതും. അരുൺ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് മുൻപന്തിയിലായിരുന്നു. എന്നാൽ ഈയിടെയായി അവൻ വളരെ സങ്കടാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അവൻ്റെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. ഇക്കാര്യം ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. ഇവിടെ ടീച്ചർക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ ഉപാധി ഏതാണ്? Arun was very active in doing the activities in the classroom, but nowadays he is gloomy. He cannot concentrate well on the activities. Teacher noted this and decided to study on this matter. Which is the most suitable technique that can be used by the teacher here? Option A നിരീക്ഷണം, ഓപ്ഷൻ ബി അഭിമുഖം, ഓപ്ഷൻ സി സോഷ്യോമെട്രി, ഓപ്ഷൻ ഡി കേസ് സ്റ്റഡി. ഉത്തരം ഓപ്ഷൻ ഡി കേസ് സ്റ്റഡി. കേരള സിലബസ് പിന്തുടരുന്ന സ്കൂളുകളിൽ അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികളുടെ വിലയിരുത്തലിന് ഏതു തരത്തിലുള്ള ഗ്രേഡിംഗ് സമ്പ്രദായമാണ് ഉപയോഗിക്കുന്നത്? Which type of grading system related with the evaluation of children is followed in the upper primary classes where Kerala state syllabus is followed? ഓപ്ഷൻ എ 3 പോയിന്റ് നേരിട്ടുള്ള ഗ്രേഡിംഗ്, ഓപ്ഷൻ ബി 5 പോയിന്റ് നേരിട്ടുള്ള ഗ്രേഡിംഗ്, ഓപ്ഷൻ സി 5 പോയിന്റ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ്, ഓപ്ഷൻ ഡി 9 പോയിന്റ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ്. ഉത്തരം ഓപ്ഷൻ ബി 5 പോയിന്റ് നേരിട്ടുള്ള ഗ്രേഡിംഗ്.
അർച്ചന ടീച്ചർ അവസാന പീരീഡിൽ ഗണിതം പഠിപ്പിക്കാനായി എത്തി. കുട്ടികൾ ആകെ തളർന്നിരുന്നു. അവർ ഒന്നടങ്കം ആ പീരീഡ് പഠിപ്പിക്കേണ്ടെന്ന് അപേക്ഷിച്ചു. ടീച്ചർ പറഞ്ഞു, "ആരു പറഞ്ഞു ഞാൻ പഠിപ്പിക്കാൻ പോവുകയാണെന്ന്? അല്ല, ഞാൻ ഒരു കഥ പറയാൻ പോവുകയാണ്." ഒരു കഥയുടെ സഹായത്താൽ ടീച്ചർ പാഠത്തിലേക്ക് കടന്നു. കുട്ടികൾക്ക് സന്തോഷമായി. ഏത് മനഃശാസ്ത്ര സിദ്ധാന്തമാണ് അർച്ചന ടീച്ചർ ഇവിടെ ഉപയോഗിച്ചത്? അർച്ചന ടീച്ചർ to teach mathematics in the last period. Students were tired and all of them requested not to teach in that period. Teacher told, "Who told that I am going to teach? No, I am going to tell you a story." With the help of the story, the teacher entered into the lesson and the students were happy. Which psychological theory was applied by Archana teacher here? Option A. പാവ്ലോവിൻ്റെ തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഓപ്ഷൻ ബി. തോണ്ടൈക്കിൻ്റെ പഠന സന്നദ്ധ നിയമം. ഓപ്ഷൻ സി. സ്കിന്നറുടെ പ്രബലന നിയമം. ഓപ്ഷൻ ഡി. കൊഹ്ലറുടെ ജസാൾട്ട് സിദ്ധാന്തം. ഉത്തരം ഓപ്ഷൻ ബി. തോണ്ടൈക്കിൻ്റെ പഠന സന്നദ്ധതാ നിയമം. കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. വളർച്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉയരം, തൂക്കം, ആകാരം തുടങ്ങിയവയിലെ മാറ്റമാണ്. വളർച്ച എന്നത് വ്യക്തിയുടെ ശാരീരികവും വർത്തമാനപരവുമായ മാറ്റങ്ങളെ കുറിക്കുന്നതാണ്. വളർച്ച ജീവിതത്തിലുടനീളം സംഭവിക്കുന്നതാണ്. വളർച്ചയെ നമുക്ക് പ്രകൃത്യാ തന്നെ നിരീക്ഷിച്ചറിയാൻ പറ്റും. വളർച്ച വികാസം ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യാം. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ വളർച്ചയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്. ഗ്രോത്ത് refers to change in the quantitative aspects, height, weight, size, etc. Growth describes changes of particular aspects of the body and behavior of an organism. Growth continues throughout life. Growth is observable in nature. Growth may or may not bring development. Which of the above statements are true with respect to growth? Option A. 5 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ബി. 1, 2, 4, 5 എന്നീ പ്രസ്താവനകൾ മാത്രം ശരി. ഓപ്ഷൻ സി. 1, 2, 3, 4, 5 എന്നീ പ്രസ്താവനകൾ മാത്രം ശരി. ഓപ്ഷൻ ഡി. 1, 2, 3, 4 എന്നീ പ്രസ്താവനകൾ മാത്രം ശരി. പഠിതാവിൻ്റെ ഭാവിയെ രൂപപ്പെടുന്ന ജന്മസിദ്ധമായ സാമർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നത്. ദ ഇൻഡിക്കേറ്റർ ഓഫ് ഇൻബോൺ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ എക്സ്പ്രസ്ഡ് ബൈ എ ലേണർ ഈസ്. ഓപ്ഷൻ എ. നേട്ടം. ഓപ്ഷൻ ബി. മനോഭാവം. ഓപ്ഷൻ സി. അഭിഭാവം. ഓപ്ഷൻ ഡി. ബുദ്ധി. ഉത്തരം ഓപ്ഷൻ സി. അഭിഭാവം. വ്യക്തിത്വവുമായി ബന്ധപ്പെടുത്തി ആൾപോർട്ട് മുന്നോട്ടുവച്ച ട്രൈറ്റ് തിയറിയുടെ വിവിധ തലങ്ങളിൽ പെടാത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ കാറ്റഗറി ഇൻ ദ ട്രൈറ്റ് തിയറി ഓഫ് പേഴ്സണാലിറ്റി പ്രപ്പോസ്ഡ് ബൈ ആൾപോർട്ട്? ഓപ്ഷൻ എ. പ്രൈമറി ട്രൈറ്റ്. ബി. കാർഡിനൽ ട്രൈറ്റ്. സി. സെൻട്രൽ ട്രൈറ്റ് ആൻഡ് ഡി. സെക്കൻഡറി ട്രൈറ്റ്. ഉത്തരം ഓപ്ഷൻ എ. പ്രൈമറി ട്രൈറ്റ്. ഭാഷാവികാസവുമായി ബന്ധപ്പെട്ട് ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് അഥവാ ലാഡ് എന്ന ജന്മസിദ്ധമായ മാനസിക ഘടന ഓരോ കുട്ടിയിലുമുണ്ട്. ഇങ്ങനെ സൂചിപ്പിച്ചത് ആര്? ദ ഇന്നേറ്റ് മെൻ്റൽ സ്ട്രക്ചർ റെസ്പോൺസിബിൾ ഫോർ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഇൻ എ ചൈൽഡ് ഈസ് ദ ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് ലാഡ്. ഹു പ്രപ്പോസ്ഡ് ദിസ്? ഓപ്ഷൻ എ. നോം ചോസ്കി. ബി. ജെറോം എച്ച് ബ്രൂണർ. സി. ലവ് വൈഡോസ്കി. ഡി. ജീൻ പിയാഷെ. ഉത്തരം ഓപ്ഷൻ സി. ലവ് വൈഡോസ്കി. അലൻ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അവൻ്റെ അച്ഛൻ അമർ മകന് അപകടം അല്ലെങ്കിൽ അപായം സംഭവിക്കുമെന്ന ഭയത്താൽ ഒരു ജോലിയും ചെയ്യാൻ അവനെ അനുവദിക്കുന്നില്ല. കുട്ടിക്കു വേണ്ടി അമർ തന്നെ ഇതെല്ലാം ഏറ്റെടുത്ത് നിർവഹിക്കുന്നു. ഇവിടെ കുട്ടിയിൽ വികാസം പ്രാപിക്കേണ്ട ഏത് ഗുണമാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്? അലൻ ഈസ് എ 6th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്. ഹിസ് ഫാദർ അമർ, in the fear of danger or accident, do not let him to do any works by himself. Amar will do all the works for the child. Development of which quality of the child is hampered here? ഓപ്ഷൻ എ. സ്വയം സ്വാതന്ത്ര്യം. ബി. അറിയാനുള്ള ആഗ്രഹം. സി. സ്വയം പഠനം. ഡി. പ്രവർത്തനത്തിലൂടെയുള്ള പഠനം. ഉത്തരം ഓപ്ഷൻ എ. സ്വയം സ്വാതന്ത്ര്യം. നാണം, അഹങ്കാരം എന്നീ അവസ്ഥകൾ രൂപപ്പെടുന്നത് മനുഷ്യജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ്? ദ ഫീലിംഗ് ഓഫ് ഷെയിം ആൻഡ് പ്രൈഡ് ഡെവലപ്സ് ഇൻ ദ വിച്ച് ഏജ് ഓഫ് ഹ്യൂമൻ ലൈഫ്? ഓപ്ഷൻ എ. ശൈശവം. ബി. ബാല്യം. സി. കൗമാരം. ഡി. മുതിർന്നവർ. ഉത്തരം ഓപ്ഷൻ ബി. ബാല്യം.
എറിക്സൺ മുന്നോട്ട് വെച്ച സിദ്ധാന്തമനുസരിച്ച് 10 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ഏത് മനോസാമൂഹിക ഘട്ടത്തിലാണ്? അക്കോർഡിംഗ് ടു എറിക്സൺ, എ 10-year-old child belongs to which stage of psychosocial development? ഓപ്ഷൻ എ സ്വച്ഛ പ്രതികാരം വേഴ്സസ് സംശയം, ബി മുൻകൈയെടുക്കൽ വേഴ്സസ് കുറ്റബോധം, സി കർമ്മോത്സുകത വേഴ്സസ് അപകർഷത, ഡി സ്വത്വം വേഴ്സസ് പ്രതിസന്ധി. ഉത്തരം ഓപ്ഷൻ സി കർമ്മോത്സുകത വേഴ്സസ് അപകർഷത. ഹൈദർ എന്ന 6-ാം ക്ലാസ്സുകാരൻ ക്ലാസ്സിൽ 3-ാം വരിയിലാണ് ഇരിക്കുന്നത്. പഠിപ്പിക്കുന്നതിനിടയിൽ ബോർഡിൽ എഴുതുന്നതൊന്നും വ്യക്തമായി കാണാൻ പറ്റുന്നില്ല എന്ന് ടീച്ചറോട് പരാതി പറഞ്ഞു. ഇതിനുള്ള അധ്യാപിക എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ഹൈദർ, എ 6th standard student sitting on the 3rd row of the class, complained to the teacher that he cannot see clearly what is writing on the blackboard. As a teacher, how will you react to this situation? ഓപ്ഷൻ എ കുട്ടിയെ ആദ്യ വരിയിലേക്ക് മാറ്റിയിരുത്തും. ഓപ്ഷൻ ബി ഹൈദറിനെ വ്യക്തിപരമായി അടുത്ത് വിളിച്ച് കാഴ്ച സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചറിയും. പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ രക്ഷകർത്താവിനെ അറിയിക്കും. സി ഹൈദറിനോട് മിണ്ടാതിരുന്ന് ക്ലാസ് ശ്രദ്ധിക്കാൻ പറയും. ഡി മുകളിൽ നൽകിയിട്ടുള്ള എയും ബിയും. ഉത്തരം മുകളിൽ നൽകിയിട്ടുള്ള എയും ബിയും. ഫെമിനയുടെ ബുദ്ധിമാനം 130 എന്നാണ് കണക്കാക്കപ്പെട്ടത്. ഇതനുസരിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? The IQ of Femina was calculated as 130. Based on this, which of the following statement is true? ഓപ്ഷൻ എ ഫെമിനയുടെ മാനസിക വയസ്സ് ശാരീരിക വയസ്സിനേക്കാൾ കൂടുതലാണ്. ബി ഫെമിനയുടെ മാനസിക വയസ്സ് ശാരീരിക വയസ്സിനേക്കാൾ കുറവാണ്. സി ഫെമിനയുടെ മാനസിക വയസ്സും ശാരീരിക വയസ്സും തുല്യമാണ്. ഡി ഫെമിനയുടെ ബുദ്ധിവൈഭവം ശരാശരിയിൽ താഴെയാണ്. ഉത്തരം ഓപ്ഷൻ എ ഫെമിനയുടെ മാനസിക വയസ്സ് ശാരീരിക വയസ്സിനേക്കാൾ കൂടുതലാണ്. നിരന്തര വിലയിരുത്തൽ എന്ന ആശയം സൂചിപ്പിക്കുന്നത്? ദ കൺസെപ്റ്റ് ഓഫ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഈസ്. ഓപ്ഷൻ എ പഠന പ്രക്രിയയിലെ രൂപപ്പെട്ട ഉൽപ്പന്നങ്ങൾ വിലയിരുത്തുന്ന പ്രക്രിയ. ബി ഒരു വർഷത്തെ പഠനത്തിനൊടുവിൽ നിർവഹിക്കുന്ന വിലയിരുത്തൽ. സി പഠന പ്രക്രിയയോടൊപ്പം നടക്കുന്ന വിലയിരുത്തൽ. ഡി ഒരു പഠിതാവിൻ്റെ മൊത്തത്തിലുള്ള വിലയിരുത്തൽ. ഉത്തരം ഓപ്ഷൻ സി പഠന പ്രക്രിയയോടൊപ്പം നടക്കുന്ന വിലയിരുത്തൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതുതരം ചോദ്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ഭാഷാ സ്വാധീനത്തെയും ആഴത്തിലുള്ള വായനയെയും ആശയങ്ങളുടെ മികച്ച അവതരണത്തെയും പ്രകടമാക്കുന്നത്? Which one of the following type of question is able to measure the language capability, deep reading and presentation of ideas of an individual? ഓപ്ഷൻ എ ബഹുവികൽപ്പ മാതൃക ചോദ്യങ്ങൾ. ബി കൂടുതൽ ഹ്രസ്വോത്തര ചോദ്യങ്ങൾ. സി ഹ്രസ്വോത്തര ചോദ്യങ്ങൾ. ഡി ദീർഘോത്തര ചോദ്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ ഡി ദീർഘോത്തര ചോദ്യങ്ങൾ. ചുവടെ കൊടുത്തിരിക്കുന്ന മനഃശാസ്ത്രജ്ഞരിൽ ധാർമ്മിക വികാസത്തിൽ ഗവേഷണം നടത്തിയതിന് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട വ്യക്തി? Among the following, who is best known for doing researches in the field of moral development? ഓപ്ഷൻ എ ലോറൻസ് കോൾബർഗ്. ഓപ്ഷൻ ബി B.F. സ്കിന്നർ. സി എബ്രഹാം മാസ്ലോ. ഡി റോബർട്ട് എം ഗാഗ്നെ. ഉത്തരം ഓപ്ഷൻ എ ലോറൻസ് കോൾബർഗ്. ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം? ദ മെയിൻ എയിം ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഓപ്ഷൻ എ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉയർത്തൽ. ബി പ്രത്യേക പരിഗണന വേണ്ട എല്ലാ കുട്ടികൾക്കും സ്പെഷ്യൽ സ്കൂൾ വഴി വിദ്യാഭ്യാസം നൽകൽ. സി പ്രത്യേക പരിഗണന അർഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും പൊതു സ്കൂൾ വഴി വിദ്യാഭ്യാസം നൽകൽ. ഡി പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് പ്രത്യേക സ്കൂൾ വഴി വിദ്യാഭ്യാസം നൽകൽ. ഉത്തരം ഓപ്ഷൻ സി പ്രത്യേക പരിഗണന അർഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും പൊതു സ്കൂൾ വഴി വിദ്യാഭ്യാസം നൽകൽ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ മെക്കലാൻഡിൻ്റെ അഭിപ്രേരണ സിദ്ധാന്തവുമായി ബന്ധമില്ലാത്തത് ഏത്? വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് മെക്കലാൻഡ്സ് തിയറി ഓഫ് മോട്ടിവേഷൻ? ഓപ്ഷൻ എ നിലനിൽപ്പിനുള്ള ആവശ്യം. ബി അധികാരത്തിനുള്ള ആവശ്യം. സി കൂട്ടുകൂടാനുള്ള ആവശ്യം. ഡി വിജയം നേടാനുള്ള ആവശ്യം. ഉത്തരം ഓപ്ഷൻ എ നിലനിൽപ്പിനുള്ള ആവശ്യം. ആമിനയും ഹെലനും സുഹൃത്തുക്കളാണ്. ആമിന പാഠങ്ങൾ വളരെ വേഗത്തിൽ പഠിക്കുന്നു, എന്നാൽ ഹെലൻ വളരെ കൂടുതൽ സമയം എടുത്താണ് പഠിക്കുന്നത്. ഇത് ഏത് വികാസ തത്വത്തെ സൂചിപ്പിക്കുന്നു? ആമിന ആൻഡ് ഹെലൻ ആർ ടു ഫ്രണ്ട്സ്. Amina learns the lessons very quickly, but Helen takes longer time to learn the lessons. It denotes the developmental principle of. Option A
പരസ്പരബന്ധം, ബി പൊതുവായതിൽ നിന്ന് സ്പഷ്ടമായതിലേക്ക്, സി തുടർച്ച, ഡി വ്യക്തിവ്യത്യാസം. ഉത്തരം ഓപ്ഷൻ ഡി വ്യക്തിവ്യത്യാസം. സ്കൂളിൽ താമസിച്ചെത്തിയതിന് പ്രധാന അധ്യാപകൻ അഞ്ജലി ടീച്ചറോട് കാരണം തിരക്കുകയും മേലിൽ ആവർത്തിക്കരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. പ്രധാന അധ്യാപകനോട് ദേഷ്യം തോന്നിയ ടീച്ചർ തന്റെ ദേഷ്യം കുട്ടികളോട് പ്രകടിപ്പിക്കുന്നു. ഇവിടെ ടീച്ചർ പ്രയോഗിക്കുന്ന പ്രതിരോധ തന്ത്രം. The headmaster asked Anjali teacher the reason for the late coming and told not to repeat it. Furious at the headmaster, the teacher expressed her anger towards the students. The defense mechanism expressed by the teacher is option A. ആദേശനം, B. താദാത്മീകത്വം, C. പ്രതിപ്രവർത്തന രൂപീകരണം, D. പുറകോട്ടുള്ള ഗതി. ഉത്തരം ഓപ്ഷൻ എ ആദേശനം. ആൽബർട്ട് ബാന്ദുരയുടെ നിരീക്ഷണ പഠനത്തിലെ ശരിയായ 4 അടിസ്ഥാന പ്രക്രിയകൾ ചുവടെയുള്ളതിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതുക. ചൂസ് ഫ്രം ദ ഫോളോവിംഗ് ദ കറക്റ്റ് ബേസിക് പ്രോസസ് ഇൻവോൾവ് ഇൻ ആൽബർട്ട് ബന്ദുരാസ് ഒബ്സർവേഷണൽ ലേണിംഗ്. ഓപ്ഷൻ എ ശ്രദ്ധ, നിലനിർത്തൽ, പ്രകടനം, അഭിപ്രേരണ. ബി ശ്രദ്ധ, താൽപര്യം, സംവേദനം, പ്രകടനം. ഓപ്ഷൻ സി താൽപര്യം, ശ്രദ്ധ, നിലനിർത്തൽ, സംവേദനം. ഡി ശ്രദ്ധ, നിലനിർത്തൽ, സംവേദനം, അഭിപ്രേരണ. ഉത്തരം ഓപ്ഷൻ എ ശ്രദ്ധ, നിലനിർത്തൽ, പ്രകടനം, അഭിപ്രേരണ. വൈകാരിക ബുദ്ധിയെപ്പറ്റി ആഴത്തിൽ പ്രതിപാദിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത്. ഇക്യു വാസ് ഡീപ്ലി ഡിസ്ക്രൈബ്ഡ് ആൻഡ് പോപ്പുലറൈസ്ഡ് ബൈ. ഓപ്ഷൻ എ ഡാനിയൽ ഗോൾമാൻ, ബി ഹോവാർഡ് ഗാർഡ്നർ, സി ആൽഫ്രഡ് ബിനെ, ഡി ചാൾസ് പിയർമാൻ. ഉത്തരം ഓപ്ഷൻ എ ഡാനിയൽ ഗോൾമാൻ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതി സമീപനത്തെ പ്രോത്സാഹിപ്പിക്കാത്ത രീതി ഏത്? വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് എ സ്യൂട്ടബിൾ മെത്തേഡ് ടു പ്രൊമോട്ട് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റിക് അപ്രോച്ച്? ഓപ്ഷൻ എ സംഘടിത പഠനം, ബി സങ്കലിത പഠനം, സി പ്രവർത്തനത്തിലൂടെ പഠിക്കൽ, ഡി ചോദ്യോത്തര രീതി. ഉത്തരം ഓപ്ഷൻ ഡി ചോദ്യോത്തര രീതി. അറിവ് സമ്പാദനം എന്നതിനെ സ്കീമുകളുടെ നിർമ്മാണ പ്രക്രിയയായി കാണാവുന്നതാണ്. ഭൗതിക വികാസവുമായി ബന്ധപ്പെട്ട ഈ ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? നോളജ് അക്വിസിഷൻ ക്യാൻ ബി വ്യൂഡ് ആസ് എ പ്രോസസ് ഓഫ് ബിൽഡിംഗ് സ്കീംസ്. ഹു പോസ്റ്റുലേറ്റഡ് ദിസ് തിയറി ഓൺ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? ഓപ്ഷൻ എ ജെറോം എസ് ബ്രൂണർ, ഓപ്ഷൻ ബി ലവ് വൈഡോസ്കി, സി ജീൻ പിയാഷെ, ഡി ജെ ബി വാട്സൺ. ഉത്തരം ഓപ്ഷൻ സി ജീൻ പിയാഷെ. ബുദ്ധിയുമായി ബന്ധപ്പെടുത്തി ചാൾസ് പിയർമാന്റെ ദ്വിഘടക സിദ്ധാന്തത്തിലെ ഘടകങ്ങൾ ഏതെല്ലാമാണ്? വിച്ച് ആർ ദ 2 ഫാക്ടേഴ്സ് ഇൻ ദ 2 ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ് പ്രപ്പോസ്ഡ് ബൈ ചാൾസ് പിയർമാൻ? ഓപ്ഷൻ എ ജി ഘടകവും എഫ് ഘടകവും, ഓപ്ഷൻ ബി എസ് ഘടകവും കെ ഘടകവും, ഓപ്ഷൻ സി എസ് ഘടകവും എഫ് ഘടകവും, ഓപ്ഷൻ ഡി ജി ഘടകവും എസ് ഘടകവും. ഉത്തരം ഓപ്ഷൻ ഡി ജി ഘടകവും എസ് ഘടകവും. അമ്മനൊരു 10 വയസ്സുകാരനായ കുട്ടിയാണ്. അവൻ പാഠങ്ങൾ വായിക്കുമ്പോൾ എല്ലായ്പ്പോഴും ചില വരികൾ വിട്ടുവായിക്കുകയും കഠിനമായ പദങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇത് ഏതുതരം പഠന വൈകല്യമാണ്? Aman is a 10-year-old child. While reading his lesson, he always skips some lines and difficult words. What type of learning disability is this? Option A ആലേഖന വൈകല്യം, ഓപ്ഷൻ ബി വായനാ വൈകല്യം, ഓപ്ഷൻ സി പ്രയോഗ വൈകല്യം, ഓപ്ഷൻ ഡി നാമവൈകല്യം. ഉത്തരം ഓപ്ഷൻ ബി വായനാ വൈകല്യം. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ ആൻസേഴ്സ് നൽകിയിരിക്കുന്നത് സൈറ്റിൽ നൽകിയിരിക്കുന്ന ആൻസർ കീ ഉപയോഗിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.